വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പറഞ്ഞു. മുണ്ടക്കയം CSI പാരിഷ് ഹാളിൽ നടന്ന പൂഞ്ഞാർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകൊണ്ട് കേരളം ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയെന്നും മലയാളികളെ സംബന്ധിച്ചിടത്തോളം പട്ടിണി എന്നത് കേവലം ഒരു വാക്ക് മാത്രമായി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടത് സർക്കാരിൻ്റെ കാലത്ത് പട്ടിണി അനുഭവിച്ച ഒരു മലയാളി പോലും ഇവിടെയില്ലെന്നും കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന ക്ഷേമ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. പൂഞ്ഞാർ മണ്ഡലം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ആദരിക്കപ്പെട്ടത് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA-യിലൂടെയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സത്യത്തിൽ നമ്മുടെ നാട് കേരളം ഇന്ന് ലോകത്തിൻ്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ലോകം നമ്മളെ ശ്രദ്ധിക്കുന്നു. കേരളം എന്നത് അവിശ്വസനീയതയോടെയാണ് ലോകം കാണുന്നത്. എന്തുകൊണ്ട്? ഒരു ദശാബ്ദം കൊണ്ട് നമ്മൾ ആർജിച്ച വളർച്ച, ഈ നാടിന് വന്ന പുരോഗതി, മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാകുന്ന വളർച്ചയെ പരിശോധിക്കുന്ന എല്ലാ സൂചകങ്ങളിലും നാം ലോകോത്തരമായി മാറി. അത് മനസ്സിലാകാൻ ഈ കഴിഞ്ഞ കൊല്ലം 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഒരു കൊല്ലം നമ്മുടെ നാട് കാണാൻ, കേരളം കാണാൻ, കേരളത്തിന് വെളിയിൽ നിന്നും ഇവിടേക്ക് വന്നവരുടെ എണ്ണം 1,30,00,000 1,30,00,000 മനുഷ്യർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളം കാണാൻ ഇങ്ങോട്ട് വന്നു. തേക്കടിയും മൂന്നാറും കുമരകവും കോവളകവും കാണാൻ മാത്രമല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. നല്ലൊരു പങ്കാളുകൾ കേരളത്തിലേക്ക് വന്നത് നമ്മുടെ നാടിനെ കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ, പകർത്താൻ. എന്തുകൊണ്ട്? ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളം അവിശ്വസനീയമായ മാറ്റങ്ങൾ ഉണ്ടായ ഒരു നാടാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട്, അമേരിക്ക ഐക്യനാടുകളോടൊക്കെ മത്സരിക്കാൻ തക്കവണ്ണം പ്രാപ്തി നേടിയ, കരുത്ത് നേടിയ ഒരു നാട്. ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതും എവിടെ? ഇന്ത്യയിൽ. ഏതിന്ത്യ? വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളുടെയും കേന്ദ്ര ഭരണകർത്താക്കളുടെയും അവകാശവാദങ്ങൾക്കപ്പുറം ഇന്ത്യൻ യാഥാർത്ഥ്യം എന്താണ്? നമ്മുടെ രാജ്യം ഇപ്പോഴും ലോകരാജ്യങ്ങളുടെ പുറകിൽ നിൽക്കുകയാണ് എല്ലാ രംഗങ്ങളിലും. ഇപ്പൊ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന ഒന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു പട്ടികയാണ്. പച്ച മലയാളം ആഗോള വിശപ്പ് സൂചിക എന്ന് വെച്ചാൽ ദാരിദ്ര്യം രൂക്ഷമായിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിലാകെയുള്ളത് 123 രാജ്യങ്ങളാണ്. ആ 123 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 102ആണ്. ചടങ്ങിന് CPI ജില്ലാ കമ്മിറ്റി അംഗം KT പ്രമോദ് അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KJ തോമസ്, CPI കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാജേഷ്, കേരള കോൺഗ്രസ് സംസ്ഥാന ഓഫീസ് ചാർജ് സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോർജ് കുട്ടി ആഗസ്തി, ഇടതുപക്ഷ മുന്നണി നേതാക്കളായ ജോയി ജോർജ്, രമ മോഹനൻ, സാജൻ കുന്നത്ത്, MG ശേഖരൻ, VJ കുര്യാക്കോസ്, ഷെമി അഹമ്മദ്, തങ്കമ്മ ജോർജ് കുട്ടി, സിജു TN, ജോണിക്കുട്ടി മർത്തലകം, ബിനോയ് ചാലക്കുടി, ഉണ്ണിരാജ്, അനസ് B, ഡയസ് കോക്കാട്, സോജൻ അറക്കുളം, മാത്തുക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൺവെൻഷന്റെ ഭാഗമായി മുണ്ടക്കയം ടൗണിൽ പ്രകടനവും നടന്നു.